സ്വന്തം സഹോദരിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കുഴിച്ചു മൂടാനും പിന്നീട് അവർ സുഹൃത്തിനൊപ്പം ഒളിച്ചോടിയെന്ന് വരുത്തി തീർക്കാനുമുള്ള പദ്ധതി. എന്നാൽ പ്രതി ഷംഷാദും കൂട്ടാളി വിശാഖും ഫ്ളാറ്റിൽ നിന്ന് മദ്യപിച്ച് ലക്കുകെട്ടതോടെ എല്ലാ തന്ത്രങ്ങളും പാളി. തിരുവനന്തപുരം മണ്ണന്തലയിലെ ഷഫീനയെ കൊലപ്പെടുത്തിയ സഹോദരൻ ഷംഷാദ് തെളിവ് നശിപ്പിക്കാൻ നടത്തിയ നീക്കങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്നുണ്ട്. സഹോദരിക്ക് മറ്റൊരാളുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഷംഷാദ് ഷഫീനയെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് കൂട്ടുപ്രതി വിശാഖ് പോലീസിന് നൽകിയ മൊഴി. അറസ്റ്റിലായ രണ്ടുപേരും നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറയുന്നു. മണ്ണന്തല മരുതൂർ റോഡിന് സമീപമുള്ള അപ്പാർട്ട്മെന്റിൽ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു കൊലപാതകം. പോത്തൻകോട് സ്വദേശികളായ ഷഫീനയും സഹോദരൻ ഷംസാദും ചികിത്സയ്ക്ക് എന്ന പേരിലാണ് ഇവിടെ താമസത്തിനെത്തിയത്. അടുത്തിടെയുണ്ടായ ഒരു കേസിൽ പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ ഒളിവിൽ കഴിയാനാണ് ഷംസാദ് സഹോദരിയെ കൂട്ടി ഇവിടെ താമസത്തിനെത്തിയതെന്ന വിവരം പുറത്തു വന്നിരുന്നു. 6 മാസമായി ഭർത്താവുമായി അകന്നു കഴിയുകയാണ് ഷഫീന. ഇവരും മലപ്പുറം സ്വദേശിയായ യുവാവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന് ഷംസാദ് സംശയിച്ചിരുന്നു. തുടർന്ന് ഇവരുടെ സൗഹൃദം ചോദ്യം ചെയ്യുകയും പറഞ്ഞു വിലക്കുകയും ചെയ്തു. സംഭവ ദിവസം ഷഫീന ആൺ സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നത് ഷംസാദ് കണ്ടതാണ് പ്രകോപനത്തിന് കാരണം. ഇതോടെ സഹോദരിയെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചു. വൈകിട്ട് ഫ്ളാറ്റിലെത്തിയ മാതാപിതാക്കൾ കണ്ടത് ഷഫീന അനക്കമില്ലാതെ കിടക്കുന്നതാണ്. ഇവർ യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഷംസാദ് തടഞ്ഞതായും പോലീസ് പറയുന്നു. കൊലപാതകം പുറത്തറിയാതിരിക്കാൻ മൃതദേഹം മറവ് ചെയ്യാനും യുവതി ആൺ സുഹൃത്തിനൊപ്പം ഒളിച്ചോടിയെന്ന് വരുത്തി തീർക്കാനും ഷംസാദ് സുഹൃത്ത് വിശാഖുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കിയെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. 2:30 ഫ്ളാറ്റിലെത്തിയ വിശാഖും ഷംസാദും അവിടെയിരുന്ന് മദ്യപിച്ചു. 3:30 പുറത്തേക്ക് പോയ വിശാഖ് 5 മണിയോടെ മടങ്ങിയെത്തി. രാത്രിയോടെ മൃതദേഹം മാറ്റാൻ ഇരുവരും ചേർന്ന് പദ്ധതിയിട്ടു. പലതവണ ഫോണിൽ വിളിച്ചിട്ടും ഷഫീനയെ കിട്ടാതാവുകയും ഷംസാദ് മർദ്ദിച്ച വിവരം അറിയുകയും ചെയ്തതോടെയാണ് മാതാപിതാക്കൾ ഫ്ളാറ്റിലെത്തിയത്. ഈ സമയം ഷംസാദും വിശാഖും മദ്യപിച്ച് ലക്കുകെട്ട നിലയിലായിരുന്നു. കിടപ്പുമുറിയിലെ കട്ടിലിനു താഴെ ഷഫീന അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടാണ് ഇവർ പോലീസിൽ അറിയിച്ചത്. വീട്ടിലും ഷംസാദ് നിരന്തരം പ്രശ്നമുണ്ടാക്കിയിരുന്നു. മാതാപിതാക്കളെ അടക്കം ഇയാൾ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്നും 2 ആഴ്ച മുൻപ് മാതാവിനെ ക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചതായും പോലീസ് പറഞ്ഞു. പ്രതികൾ 2 പേരും കവർച്ച, അടിപിടി അടക്കം നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതികളാണ്. 44-കാരനായ ഷംസാദ് 9 കേസുകളിൽ പ്രതിയാണ്. വിശാഖിനെതിരെ 6 കേസുകളുണ്ട്. കഴക്കൂട്ടം പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് വിശാഖ്. ഷംസാദ് ഷഹീനയെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് വിശാഖ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.